രണ്ടാം മൂഴം ഒരുങ്ങുക പാൻ ഇന്ത്യൻ സിനിമയായി. ഭീമനായി എത്തുന്നത് മോഹൻലാലോ? മറുപടിയുമായി എംഡിയുടെ മകൾ. രണ്ടാം മൂഴം ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ആയിരിക്കും ഒരുങ്ങുക എന്ന എംഡിയുടെ മകളും സംവിധായികയുമായ അശ്വതി വി നായർ. രണ്ടാം മൂഴം എന്നത് പെട്ടെന്നൊരുക്കാൻ സാധിക്കുന്ന ഒരു സിനിമ അല്ലെന്നും അതിനുവേണ്ടി വർഷങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുണ്ടെന്നും അശ്വതി പറയുന്നു. രണ്ടാം മൂഴം സിനിമയായി കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ഭീമനായി ആരെത്തും എന്നത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നും അത് തീരുമാനിക്കേണ്ടത് സംവിധായകനാണെന്നും അശ്വതി പറയുന്നു. ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അശ്വതി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. രണ്ടാം മൂഴം വലിയൊരു സിനിമയാണ്, വലിയൊരു പ്രൊജക്റ്റാണ്. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പ്ലേസ് ചെയ്യാനും സാധിക്കുന്ന സംവിധായകനെയാണ് അതിന് ആവശ്യം. അയാൾ ആ കഥയോട് 100% നീതി പുലർത്തുന്ന ഒരാൾ ആയിരിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇതിനു വേണ്ടിയിട്ട് വരണം. അതിനായി ഒരുപാട് വെല്ലുവിളികളുണ്ട്. രണ്ടാം മൂഴം എന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയല്ല. അതിൻ്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടി തന്നെ 1-2 വർഷത്തോളം ആവശ്യമാണ്. ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അച്ഛൻ ഒരുപാട് അത് ആഗ്രഹിക്കുന്നുണ്ട്. മലയാളികളും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അത് ചെയ്യണം, അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല രണ്ടാം മൂഴമെന്നും അതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് വരേണ്ടതെന്നും എങ്കിൽ മാത്രമേ അതിന് ആവശ്യമായ ബഡ്ജറ്റിനോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ എന്നും അശ്വതി പറയുന്നു. അറിയാമല്ലോ, അതിൻ്റെ സെറ്റിങ്ങും അത് ആവശ്യപ്പെടുന്ന ഒരു പരിസരവും VFXും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാത്രമേ നമുക്കതിനെ വിഭാവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അശ്വതിയുടെ വാക്കുകൾ. ഭീമൻ ആരായിരിക്കും എന്ന കാര്യത്തിലും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അത് നമ്മുടെ മാത്രം തീരുമാനമാണല്ലോ, സംവിധായകൻ്റേത് കൂടിയല്ലേ. സംവിധായകൻ്റെ കാഴ്ചയ്ക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ കാസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും സംഭവിക്കുക. ഒപ്പം അത് പ്രൊഡക്ഷന് പ്രായോഗികമാവുകയും വേണം, അശ്വതി പറഞ്ഞു.